കൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ലാക്ക് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം ലാക്ക് ഓഫ് ഇറ്റ് എന്താ നോക്കാം. ലാക്ക് ഓഫ് ഫിറ്റ് ആ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതായത് ഫിറ്റ് ആയിട്ടല്ല, ഓക്കെ എന്നുള്ള അർത്ഥമാണ്. ഇൻ എ ഡിറ്റർമിനേറ്റ് ഫ്രെയിം, എ സ്ലൈറ്റ് ഡീവിയേഷൻ ഇൻ ദ ലെങ്ത് ഓഫ് എ ഫാബ്രിക്കേറ്റഡ് മെമ്പർ വുഡ് നോട്ട് ഈവൻ ബി ഒബ്സർവ്ഡ്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ ഷേപ്പ്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് സ്ട്രെസ്സസ്. ഇപ്പൊ ഒരു ഡിറ്റർമിനേറ്റ് ഫ്രെയിം ആണെങ്കിൽ, ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ 1 കാണാം, ഒരു ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതില് നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന പോലെ എ ബി എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ട്, എ സി എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ട്, സി ബി എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ട്. അപ്പൊ ഈ 3 എലമെന്റ്സ് അല്ലെങ്കിൽ ഈ മെമ്പേഴ്സ് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിന് ഓരോ ലെങ്ത് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ എ ബി എ സി, എ ബി 4 മീറ്റർ ലെങ്ത് ആണെങ്കിൽ, ഓക്കെ, അത് നമ്മൾ 4 മീറ്റർ ലെങ്ത്തിൽ ആ മെമ്പേഴ്സ് ആക്കിയതിനു ശേഷം അത് കൊണ്ടുവന്ന് കണക്ട് ചെയ്യും അല്ലെ. ഇപ്പം വെൽഡഡ് കണക്ഷനോ ബോൾട്ടഡ് കണക്ഷനോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കണക്ഷൻ ഉപയോഗിച്ച് അത് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിൽ നമ്മൾ ആ മെമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു മെമ്പറിൽ ലെങ്ത്തിൽ ചേഞ്ച് വന്നാൽ, ഓക്കെ, ഇപ്പം 4 മീറ്റർ 4 മീറ്റർ 4 മീറ്റർ വേണ്ട സ്ഥാനത്ത് ഏതെങ്കിലും ഒരു മെമ്പറിന്റെ ലെങ്ത് ഇപ്പൊ 3.8 മീറ്റർ ആയി എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഏത് പൊസിഷനിലാണോ എ ബി സി വരേണ്ടത്, ഓക്കെ, എ എവിടെയാണ് വരേണ്ടത്, ബി എവിടെയാണ് വരേണ്ടത്, സി എവിടെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 4 മീറ്റർ 4 മീറ്റർ 4 മീറ്റർ ആണെങ്കിൽ ഒരു കറസ്പോണ്ടിങ് സ്ഥലത്തായിരിക്കും വരേണ്ടത്. ഇപ്പൊ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ എ ഈ ഒരു പൊസിഷനിലായിരിക്കും, ബി ഈ ഒരു പൊസിഷനിലാണ് വരേണ്ടത്, സി ഈ ഒരു പൊസിഷനിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ലെങ്ത്തിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് ആ മെമ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റ് ആ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ തന്നെയായിരിക്കും. ഏതെങ്കിലും ഒരു മെമ്പറിൽ ലെങ്ത്തിൽ ചേഞ്ച് വന്നാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ആ പോയിന്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ചിലപ്പം കറക്റ്റ് ആയിട്ട് വരണം എന്നില്ല. ഓക്കെ, അതായത് ഇപ്പം എ ബി സിയിൽ വരേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ അത് എ ബി സി ഡാഷിലേക്ക് മാറാം. ഓക്കെ, ആ ഏത് മെമ്പറിന്റെ ലെങ്ത് ആണോ ചേഞ്ച് വന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അതിന്റെ ലൊക്കേഷൻ മാറാം. ഓക്കെ, അപ്പം ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ആണെങ്കിൽ, ഡിറ്റർമിനേറ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് ഇപ്പം ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ട്രസ്സിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള ഇൻഡിറ്റർമിനൻസി ആണുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയും ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയും. ഓക്കെ, അത് കറസ്പോണ്ടിങ് ആയിട്ട് ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ളത്, ഓക്കെ, അത് സപ്പോർട്ടിന്റെ കണ്ടീഷൻ വെച്ചിട്ടായാലും നമ്പർ ഓഫ് മെമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടായാലും അത് ഡിറ്റർമിനേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ എ ബി സി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ട്രസ് ആണെങ്കിൽ അതിലിപ്പോ എ ബി എ സി ആൻഡ് ബി സി 4 മീറ്ററിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അതിലേതെങ്കിലും ഒരു മെമ്പർ, ഓക്കെ, ഇപ്പം ബി സി എന്ന് പറയുന്ന മെമ്പർ ക്രിയേറ്റ് ചെയ്തപ്പോൾ 4 മീറ്റർ വേണ്ട സ്ഥാനം 3.8 ആയി. അപ്പൊ അത് കറക്റ്റ് എന്ത് ചെയ്യില്ല, അതിന്റെ സ്ഥാനത്ത് ഫിറ്റ് ആയിട്ടിരിക്കില്ല. ഓക്കെ, ആ കറക്റ്റ് നമുക്ക് ഏതൊക്കെ പോയിന്റ്സിലാണോ അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണോ എ ബി സി വരേണ്ടത് ആ പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് അത് ഇരിക്കില്ല. ഓക്കെ, അപ്പം ആ കറക്റ്റ് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നതിനാണ് ലാക്ക് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ആ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ ഫിറ്റ് ആവാതിരിക്കുന്നത്, ലെങ്തിലുള്ള ചേഞ്ച് മുഖേന ഫിറ്റ് ആവാതിരിക്കുന്നതിനാണ് നമ്മൾ ലാക്ക് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ആണെങ്കിൽ അത് ആ പൊസിഷനിൽ നിന്ന് അതിന്റെ ലൊക്കേഷൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യുക മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്ത് സ്ട്രെസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അതായത് ഇപ്പം ഒരു മെമ്പറിന്റെ മാത്രം, ഇപ്പൊ ബി സിന്റെ ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ സി എന്ന് പറയുന്ന പൊസിഷനിലാണ് ആക്ച്വലി അത് വന്ന് മീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ അത് സി ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അത് ചേഞ്ച് ആവും എന്നുള്ള ഒരു കാര്യം മാത്രമേ സംഭവിക്കുള്ളൂ ഡിറ്റർമിനേറ്റ് ആണെങ്കിൽ. അതിന്റെ അകത്ത് മെമ്പേഴ്സിന്റെ അകത്ത് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ആണ്. ഓക്കെ, ഇപ്പൊ എക്സ്റ്റേണലി തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് മൈനസ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഇവിടെ തന്നെ 2 2 1 5 റിയാക്ഷൻസ് ഉണ്ട്, മൈനസ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 ആണ്. അപ്പം ഇൻഡിറ്റർമിനൻസി 2 എക്സ്റ്റേണലി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്റേണലി ഞാൻ നോക്കുന്നില്ല, ഒരു പക്ഷെ ഡിറ്റർമിനേറ്റ് ആയിരിക്കാം. എന്നിരുന്നാലും ടോട്ടൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്ലസ് ഇന്റേണൽ ആയതുകൊണ്ട് ഇത് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ട്രസ് തന്നെയാണ്. അപ്പൊ ഇത് സിമിലർ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എ ഡി അതുപോലെ ഡി സി എന്ന് പറഞ്ഞ മെമ്പേഴ്സിന്റെ ലെങ്ത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരം 5 മീറ്റർ ആണ് വരേണ്ടതെന്ന് വിചാരിച്ചോളൂ. അതുപോലെ എ ബി ബി സി ലെങ്ത് 3 മീറ്റർ ആണ് വരേണ്ടത്. അതുപോലെ ബി ഡി എന്ന് പറഞ്ഞ മെമ്പറിന്റെ ലെങ്ത് 4 മീറ്റർ ആണ് വരേണ്ടതെങ്കിൽ
ഏതെങ്കിലും ഒരു മെമ്പറിന് ലെങ്ത്തിൽ ഡീവിയേഷൻ വന്നാൽ. ഓക്കെ, അതിനാണ് ലാക്ക് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ BD എന്ന് പറഞ്ഞ മെമ്പർ ക്രിയേറ്റ് ചെയ്തപ്പോൾ 3.8 ആയി എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം കറക്റ്റ് ആയിട്ടുള്ള ലെങ്ത് ഉള്ള മെമ്പേഴ്സ് ഞാൻ ആദ്യം കണക്ട് ചെയ്തു. അപ്പൊ AB, BC, AD, DC-ലൊന്നും ലെങ്ത്തിൽ ചേഞ്ച് ഇല്ല. അപ്പൊ അത് ഞാൻ ആദ്യം കണക്ട് ചെയ്ത് വെച്ചു. കണക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ട്രയാങ്കിൾ കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം B, അതുപോലെ ഇത് A, C. ഓക്കെ, അപ്പൊ ഈ ലെങ്ത്തുകളൊക്കെ AB എന്ന് പറഞ്ഞ മെമ്പർ ഞാൻ കണക്ട് ചെയ്തു, BC എന്ന് പറഞ്ഞ മെമ്പർ കണക്ട് ചെയ്തു, AD എന്ന് പറഞ്ഞ മെമ്പർ കണക്ട് ചെയ്തു, ആൻഡ് DC എന്ന് പറഞ്ഞ മെമ്പർ കണക്ട് ചെയ്തു. ഈ മെമ്പറുകളിലൊന്നും ലെങ്ത്തിൽ ചേഞ്ച് ഇല്ല. എന്നാൽ BD എന്ന് പറഞ്ഞ മെമ്പർ 4 മീറ്റർ വേണ്ട സ്ഥാനത്ത് അത് ഇപ്പൊ 3.8 മീറ്ററേ ഉള്ളൂ എങ്കിൽ അത് ഏകദേശം ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കും അല്ലെ. ലാസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന ലെങ്ത്തിൽ ചേഞ്ച് വന്നിട്ടുള്ള മെമ്പർ ആണെങ്കിൽ അത് ഈ രീതിയിൽ വന്ന് നിൽക്കും. എന്നാൽ നമുക്ക് ഇത് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇതിലേക്ക് ഒന്നിച്ച് ഇതിനെ കൂട്ടി മുട്ടിച്ച് ഇവിടെ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ D എന്ന് പറയുന്ന പോയിന്റിന് ഇതിലേക്ക് കൊണ്ടുവരണം. അതായത് ഇപ്പൊ 3.8 മീറ്റർ എന്നുള്ളത് ഞാനിവിടെ D ഡാഷ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പം BD മെമ്പർ ഇപ്പൊ B D ഡാഷിൽ എത്തിയിട്ടേ ഉള്ളൂ. ആ ഡിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യിക്കണം. ഓക്കെ, ഇതിപ്പോ ലാക്ക് ഓഫ് ഫിറ്റിന്റെ കൺസെപ്റ്റ്, ഇത്രയും ലെങ്ത് ഇവിടെ ഷോർട്ട് ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ കൂട്ടി മുട്ടിക്കണം. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രെസിന്റെ കേസാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ D എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യണം? കംപ്രസ് ചെയ്യണം അല്ലെ, അതായത് താഴ്ത്തണം. ഇത് താഴുമ്പോൾ ഇവിടെ AD എന്ന് പറഞ്ഞ മെമ്പറും അതുപോലെ തന്നെ CD എന്ന് പറഞ്ഞ മെമ്പറും എക്സ്പീരിയൻസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെ. അതായത് ഇതിനെ കൂട്ടിമുട്ടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു കംപ്രസീവ് ഫോഴ്സ് D എന്ന് പറയുന്ന ജോയിന്റിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുന്ന രണ്ട് മെമ്പേഴ്സ് AD ആൻഡ് CD എന്ന് പറഞ്ഞ മെമ്പറിൽ കംപ്രസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതുപോലെ BD ഡാഷ് എന്ന് പറയുന്ന ലെങ്ത് കുറഞ്ഞിട്ടുള്ള ആ ഒരു മെമ്പർ എന്ത് ചെയ്യും? നമ്മൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കണം അല്ലെ. ഇതിനെ ഇങ്ങോട്ട് മീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കുറച്ച് വലിച്ചു നീട്ടേണ്ടതായിട്ട് വരും. ടെൻസൈൽ ആയിട്ടുള്ള ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? D ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ D എന്ന് പറയുന്ന പോയിന്റ് കുറച്ച് താഴുകയും ചെയ്യും, D ഡാഷ് എന്ന് പറയുന്ന പോയിന്റിന്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് D0 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം, D0 എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് ഇത് മീറ്റ് ആവും. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഈ ട്രസ്സിലേക്ക് എക്സ്റ്റേണൽ ലോഡുകളൊക്കെ ആക്ട് ചെയ്യേണ്ടതാണ് അല്ലെ. ഭാവിയിൽ ഇപ്പൊ 20 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 30 കിലോ ന്യൂട്ടൺ എന്നൊക്കെ പറഞ്ഞ് ലോഡുകളൊക്കെ ഇവിടെ ആക്ട് ചെയ്യേണ്ടതാണ് ട്രസ്സിന്റെ അകത്ത്. എന്നാൽ എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു ട്രസ് എന്തായി? ഓൾറെഡി സ്ട്രെസ്ഡ് ആയി. ഓക്കെ, ഓൾറെഡി സ്ട്രെസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നമ്മളിവിടെ കംപ്രസീവ് ഫോഴ്സ് AD ആൻഡ് DC എന്ന് പറയുന്ന മെമ്പറിൽ കംപ്രസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ BD ഡാഷ് എന്ന് പറഞ്ഞ മെമ്പറിൽ അവിടെ ഒരു ടെൻസൈൽ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്തു. അപ്പൊ എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഓൾറെഡി സ്ട്രെസ്ഡ് ആയി. ഓക്കെ, അപ്പൊ ലാക്ക് ഓഫ് ഫിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരം ലെങ്ത്തിൽ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ ലാക്ക് ഓഫ് ഫിറ്റ് എന്ന് പറയാം. അതിപ്പോ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഫ്രെയിം ആണെങ്കിൽ അതിന്റെ മെമ്പേഴ്സിൽ സ്ട്രെസ് എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഡെവലപ്പ് ചെയ്യും. നമ്മൾ ആ കറസ്പോണ്ടിങ് മെമ്പേഴ്സിനെ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം അല്ലെങ്കിൽ ട്രസ് ആണെങ്കിൽ അതിലിപ്പോ ഒരു മെമ്പറിൽ ലെങ്ത് ചേഞ്ച് ചെയ്താലും അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യല്ലാതെ അതിന്റെ അകത്ത് സ്ട്രെസ്സുകളൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് കൺസെപ്റ്റ് ഓഫ് ലാക്ക് ഓഫ് ഫിറ്റ് ഡിറ്റർമിനേറ്റ് ഫ്രെയിമിന്റെ കേസിലും ഇൻഡിറ്റർമിനേറ്റ് ഫ്രെയിമിന്റെ കേസിലും. ഓക്കെ, അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ഫിഗർ 1, ഓക്കെ, ഈ ഒരു ഫിഗറിൽ AB, BC ആൻഡ് AC ആർ ടു ബി തിയറിറ്റിക്കലി 4 മീറ്റർ ലോങ്. Suppose during fabrication BC has been made 3.8 meter, that is 0.2 meter shorter than specification. C will not be at desired location but shift to C dash. അപ്പോൾ BC എന്ന് പറഞ്ഞ മെമ്പർ ഫിഗർ 1 പ്രകാരം ലെങ്ത് കുറവാണെങ്കിൽ 3.8 മീറ്ററേ വന്നിട്ടുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ പറ്റും വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കാതെ. പക്ഷെ C എന്ന് പറയുന്ന പൊസിഷൻ അത് C ഡാഷിലേക്ക് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, C will not be at desired location but shift to C dash, so that AC dash is equal to AC is equal to 4 meter and BC dash is equal to 3.8 meter. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ AC and AB കറക്റ്റ് 4 മീറ്റർ ലെങ്ത് തന്നെയാണ്. എന്നാൽ BC എന്ന് പറയുന്നത് അല്ലെങ്കിൽ BC dash എന്ന് പറയുന്നത് 3.8 മീറ്റർ ആവും. After assemblage the members will keep their original length. There would be no change in length, no strain, no stress or no internal force. അപ്പോൾ ഈ ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ നമ്മൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ
അത് ഓൾറെഡി നമ്മൾ മാനുഫാക്ചർ ചെയ്തപ്പോഴുള്ള ലെങ്ത് തന്നെ ആയിട്ട് തുടരും. ഓക്കെ, എ ബിയും അതുപോലെ തന്നെ എ സിയും 4 മീറ്ററിലും ബി സി എന്ന് പറയുന്നത് 3 പോയിന്റ്, അതായത് ബി സി ഡാഷ് ആയിട്ട് 3.8 മീറ്ററിലും തന്നെ തുടരും. അതിനകത്ത് സ്ട്രെയിനോ സ്ട്രെസ്സോ ഇന്റേണൽ ഫോഴ്സോ ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. എന്നാൽ ഇൻഡിറ്റർമിനേറ്റ് ഫ്രെയിംസ്, ദിസ് ഈസ് നോട്ട് ദ കേസ് വിത്ത് ഇൻഡിറ്റർമിനേറ്റ് ഫ്രെയിംസ്. ഇൻഡിറ്റർമിനേറ്റ് ഫ്രെയിംസ് ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഇൻ ഫിഗർ 2 വി ഹാവ് എ ഇൻഡിറ്റർമിനേറ്റ് ഫ്രെയിം. തിയറിറ്റിക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് തിയറിറ്റിക്കലി നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ഡയമെൻഷൻ എ ബി ബി സി 3 മീറ്ററും എ ഡി സി ഡി 5 മീറ്ററും ആൻഡ് ബി ഡി 4 മീറ്ററും ആയിരുന്നു വരേണ്ടത്. സപ്പോസ് ബി ഡി ഹാസ് ബീൻ മെയ്ഡ് ആസ് 3.8 മീറ്റർ. അപ്പം ബി ഡി ബൈ മിസ്റ്റേക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ടേജ് വന്നു, 0.2 മീറ്ററിന്റെ ഒരു ഷോർട്ടേജ് വന്നു, 3.8 മീറ്റർ ആയിട്ടാണ് ഫാബ്രിക്കേറ്റഡ് ആയതെങ്കിൽ ലെറ്റ് us assemble the correct members first. അപ്പൊ എ ഡി സി ഡി അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ്, ഓക്കെ, എ ബി ആൻഡ് ബി സി ഫസ്റ്റ് കണക്ട് ചെയ്തു. ഓക്കെ, എ ഡി ആൻഡ് സി ഡി വിൽ ജോയിൻ അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഡി ബി ഡി വിച്ച് ഈസ് ബൈ മിസ്റ്റേക്ക് ഷോർട്ട് cannot connect ബി ഡി. അപ്പം ബി ഡി നമ്മൾ ഷോർട്ടായി ക്രിയേറ്റ് ചെയ്തപ്പോൾ അപ്പൊ അത് കറക്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് വന്ന് മീറ്റ് ചെയ്തില്ല, അവിടെ ഒരു ഷോർട്ടേജ് വന്നു. വി വിൽ ഓൺലി ഹാവ് എ മെമ്പർ ബി ഡി ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3.8 മീറ്റർ ലീവിങ് എ ഗ്യാപ്പ് 0.2 മീറ്റർ. ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ ഡി ഡാഷ് വന്നിട്ട് ബി ഡി ഡാഷ് ഇവിടെ വന്ന് നിൽക്കും. ഇത്രയും വലിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കും, 0.2 മീറ്ററിന്റെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കും. നൗ വി വിൽ ഹാവ് ടു ഫോഴ്സ് ഫിറ്റ് ദിസ് മെമ്പർ ബി ഡി ഡാഷ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള മെമ്പേഴ്സിനെയൊക്കെ കണക്ട് ചെയ്ത് ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ മീറ്റ് ചെയ്യിക്കുന്നതായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. ദിസ് വിൽ ഇൻവോൾവ് പ്രസിംഗ് ഡി ഡൗൺ. ഓക്കെ, ഡി എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യണം, താഴോട്ട് താഴ്ത്തണം. ക്രിയേറ്റിംഗ് കംപ്രഷൻ ഇൻ ദ മെമ്പേഴ്സ് ഡി എ ആൻഡ് ഡി സി ആൻഡ് പുള്ളിംഗ് ഡി അപ്പ്, ക്രിയേറ്റിംഗ് ടെൻഷൻ ഇൻ ദ മെമ്പർ ബി ഡി ഡാഷ് ടിൽ ഡി ആൻഡ് ഡി ഡാഷ് മീറ്റ് അറ്റ് പോയിന്റ് ഡി സീറോ. അപ്പം ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റിൽ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എ ഡി ആൻഡ് ഡി സി മെമ്പർ കംപ്രഷൻ അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യും. അതുപോലെ ബി ഡി ഡാഷ് എന്ന് പറയുന്ന മെമ്പറിൽ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ടെൻസൈൽ സ്ട്രെസ് ഇതിൽ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇത് രണ്ടും കൂടെ, ഓക്കെ, ബി ഡി ഡാഷ് എന്ന് പറയുന്ന മെമ്പറും ഓക്കെ ഇവിടെ ഉള്ളതും ഈ ഡി എന്ന് പറയുന്ന പോയിന്റും കൂടെ മീറ്റ് ചെയ്യും എവിടെ വെച്ചിട്ട്, ഡി സീറോ വെച്ചിട്ട്. ഓക്കെ, ആ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പം എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എന്തായി, സ്ട്രെസ്ഡ് ആയി എന്നുള്ളതാണ്. ഓക്കെ, പുള്ളിംഗ് ഡി അപ്പ്, ക്രിയേറ്റിംഗ് ടെൻഷൻ ഇൻ ദ മെമ്പേഴ്സ് ബി ഡി ഡാഷ് ടിൽ ഡി ആൻഡ് ഡി ഡാഷ് മീറ്റ് അറ്റ് പോയിന്റ് ഡി സീറോ. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ലോഡ് മെമ്പേഴ്സ് എ ഡി ബി ഡി ആൻഡ് സി ഡി കുഡ് ഗെറ്റ് സ്ട്രെസ്ഡ്. അപ്പൊ ഇതാണ് ലാക്ക് ഓഫ് ഫിറ്റിന്റെ കൺസെപ്റ്റ് ഡിറ്റർമിനേറ്റ് സ്ട്രെസിന്റെ കേസിലും ഇൻഡിറ്റർമിനേറ്റ് സ്ട്രെസിന്റെ കേസിലും. ഇനി ടെമ്പറേച്ചർ എഫക്ട്സ് എന്താ നോക്കാം. ഇതും സിമിലർ ആണ്, ലാക്ക് ഓഫ് ഫിറ്റുമായിട്ട് സിമിലർ ആണ്. ടെമ്പറേച്ചർ എഫക്റ്റിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ MOSലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒരു മെമ്പറിൽ, ഓക്കെ, ഒരു മെമ്പറിൽ ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്നാൽ, ഓക്കെ, അത് മാനുഫാക്ചർ ചെയ്തപ്പോഴുള്ള ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറവായിട്ടോ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ആ ഒരു മെമ്പർ എക്സ്പീരിയൻസ് ചെയ്താൽ അതിനെ ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ ആ മെമ്പറിന്റെ ലെങ്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ, വല്ലാതെ കുറയാണെങ്കിൽ അവിടെ ആ മെമ്പറിന്റെ ലെങ്ത് കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓക്കെ, ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ലാക്ക് ഓഫ് ഫിറ്റ്, ചേഞ്ചസ് ഇൻ മെമ്പർ ലെങ്ത് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വുഡ് പ്രൊഡ്യൂസ് നോ ഇന്റേണൽ ഫോഴ്സസ് ഇൻ ഡിറ്റർമിനേറ്റ് ഫ്രെയിംസ്. അപ്പം ലാക്ക് ഓഫ് ഫിറ്റിന്റെ കേസ് നമ്മൾ പഠിച്ചതുപോലെ ഇപ്പം ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് ആണെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് വന്നാലും ആ ഫ്രെയിംസിന്റെ അകത്ത് ഫോഴ്സസ് ഒന്നും, ഇന്റേണൽ ഫോഴ്സസോ സ്ട്രെസ്സസോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിന്റെ പൊസിഷനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതായത് ഇപ്പൊ എ ബി സി എന്ന് പറഞ്ഞൊരു 3 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇത് എ ബി സി ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു മെമ്പറിൽ, ഇപ്പൊ എ സി എന്ന് പറഞ്ഞ മെമ്പറിൽ മാത്രം ടെമ്പറേച്ചർ, ഓക്കെ, ഇതിപ്പം കൂടുതലായിട്ടും ചൂട് തട്ടുന്ന ഒരു പോർഷൻ ആണെങ്കിൽ എ സി എന്ന് പറഞ്ഞ മെമ്പറിൽ ടെമ്പറേച്ചർ ചേഞ്ച് വലിയ രീതിയിൽ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ലെങ്ത് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് വേറെ ഇന്റേണൽ ഫോഴ്സസ് ഒന്നും ഡിറ്റർമിനേറ്റ് ഫ്രെയിം ആണെങ്കിൽ ഉണ്ടാവുന്നില്ല. ബട്ട് റിഡൻഡന്റ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫ്രെയിം ആണ്, വിൽ ഡെവലപ്പ് ഫോഴ്സസ് അല്ലെങ്കിൽ സ്ട്രെസ്സസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച്. അപ്പൊ ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ അതിന്റെ അകത്ത് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും, അത് മുഖേന സ്ട്രെസ്സസും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഫ്രെയിംസ് ആണെങ്കിൽ ലാക്ക് ഓഫ് ഫിറ്റ് പഠിച്ചതുപോലെ തന്നെ. ഇഫ് ഓൺലി വൺ മെമ്പർ ഡെവലപ്സ് ചേഞ്ച് ഇൻ ലെങ്ത് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച്, ദ പ്രോബ്ലം ബിക്കം വെരി സിമിലർ ടു ലാക്ക് ഓഫ് ഫിറ്റ് പ്രോബ്ലം. അപ്പൊ ഏതെങ്കിലും ഒരു മെമ്പർ ആണ്
ചേഞ്ച് ഇൻ ലെങ്ത് ടെമ്പറേച്ചർ മുഖേന വരുന്നതെങ്കിൽ ലാക്ക് ഓഫ് ഫിറ്റിന്റെ പോലെ തന്നെ അതിന്റെ അകത്ത് സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിന്റെ അകത്തേക്ക് ആ മെമ്പേഴ്സിന്റെ അകത്തേക്ക് സ്ട്രെസ് വരാനുള്ള സാധ്യതകളുണ്ട്. Okay, for finding out deflection equation is delta L is equal to plus or minus L into alpha T. അപ്പം ടെമ്പറേച്ചർ എഫക്ട് കാരണമുള്ള ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മെമ്പറിൽ ടെമ്പറേച്ചർ ചേഞ്ച് വന്നാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എൽ ഇൻറ്റു ആൽഫ ടി ആണ്. എൽ എന്ന് പറയുന്ന ആ മെമ്പറിന്റെ ലെങ്ത് ആണ്. ആൽഫ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ ഓരോ മെറ്റീരിയലിനനുസരിച്ച് ഇത് മാറും. ഓക്കെ, സ്റ്റീൽ, കോപ്പർ, അങ്ങനെ ഓരോ മെറ്റീരിയലിനനുസരിച്ച് തെർമൽ എക്സ്പാൻഷൻ ചേഞ്ച് ചെയ്യും. ടി എന്ന് പറയുന്ന ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അതായത് ഇപ്പം 20 ഡിഗ്രി സെൽഷ്യസ് നിന്ന് ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറിയാൽ ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് ടി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ഇക്വേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഈസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. അതായത് അവിടെ ഡിഫ്ലക്ഷൻ, അതായത് ലെങ്ത് ചേഞ്ച് എന്ന് പറയുന്നത് കൂടുവാണ്. അതുകൊണ്ട് പ്ലസ് എൽ ഇൻറ്റു ആൽഫ ടി ആണ്. ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ഡിഫ്ലക്ഷന്റെ എക്സ്പ്രഷൻ എൽ ഇൻറ്റു ആൽഫ മൈനസ് എൽ ഇൻറ്റു ആൽഫ ടി. അതായത് ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ആ മെമ്പറിന്റെ ലെങ്ത് കുറയായിരിക്കും ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചിട്ട് മെമ്പേഴ്സിന്റെ അകത്ത് മെമ്പേഴ്സിന്റെ അകത്ത് സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. അത് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ ആ മെമ്പേഴ്സിന്റെ അകത്ത് സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇത് നമ്മൾ ലാക്ക് ഓഫ് ഫിറ്റിന്റെ കേസിൽ കൺസിഡർ ചെയ്തതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഫിഗർ ആണെന്ന് വിചാരിച്ചോളൂ. ഇത് ഓൾറെഡി കണക്ട് ചെയ്തു. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു മെമ്പറിൽ ഇപ്പം ഈ ഒരു മെമ്പറിൽ ബി ഡി എന്ന് പറയുന്ന മെമ്പറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ടെൻഡൻസി എന്ന് പറയുന്നതിന്റെ ലെങ്ത് കൂടാനായിരിക്കും. ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഈ ലെങ്ത് കൂടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പൊ ഈ മെമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മറ്റുള്ള ഇപ്പൊ ബി എന്ന് പറയുന്ന മെമ്പേഴ്സിൽ അല്ലെങ്കിൽ ജോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്ന എ ബി ബി സി മെമ്പർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് ഓൾറെഡി കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ഒരു മെമ്പർ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചാലും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യും ബിയിൽ. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു മെമ്പറിന്റെ ബി ഡി എന്ന് പറയുന്ന മെമ്പറിന്റെ ടെൻഡൻസി ലെങ്ത് കൂടാനാണ്. എന്നാൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ബി എന്ന് പറയുന്ന ജോയിന്റ് എന്ത് ചെയ്യും, അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. കാരണം അതിന്റെ പൊസിഷനിൽ നിലനിൽക്കാൻ വേണ്ടി അത് ശ്രമിക്കും. അപ്പൊ ഈ ബി ഡി എന്ന് പറഞ്ഞ മെമ്പറിന്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ലെങ്ത് കൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, ഈ പോയിന്റ് അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഒപ്പോസ് ചെയ്യുമ്പോൾ കംപ്രസീവ് സ്ട്രെസ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ആ രീതിയിൽ മെമ്പേഴ്സ് എക്സ്റ്റേണൽ ലോഡ് വരുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി സ്ട്രെസ്ഡ് ആയിരിക്കും. അതായത് ഇവിടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനാണ് ടെൻഡൻസി ഉള്ളത്. എന്നാൽ അതിനെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ട് അത് മൂവ് ചെയ്യാൻ അതിന്റെ ലെങ്ത് കൂടാനുള്ള ടെൻഡൻസിനെ അടിച്ചമർത്തുന്നത് കൊണ്ട് ആ ഫോഴ്സ് എന്ത് ചെയ്യുക, ഇവിടെ കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുക. അപ്പൊ ഈ മെമ്പറിൽ കംപ്രസീവ് ആയിട്ടുള്ള സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും ബി ഡി എന്ന് പറഞ്ഞ മെമ്പറിൽ. അപ്പം അതാണ് ഇവിടെ വരുന്ന കൺസെപ്റ്റ്. അതായത് ലാക്ക് ഓഫ് ഫിറ്റ് പോലെ തന്നെ ഇവിടെ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രെസ് ആണെങ്കിൽ അവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്യല്ല ചെയ്യുക, ആ മെമ്പേഴ്സിന്റെ അകത്ത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക. കാരണം ഓൾറെഡി കണക്റ്റഡ് ആണ്, ആ ഒരു പൊസിഷനിൽ വെച്ച് കണക്റ്റഡ് ആണ്. അതിന്റെ ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ഡിറ്റർമിനേറ്റിൽ സംഭവിക്കുന്നത് പോലെയുള്ള സാധ്യതകളില്ല. അപ്പൊ ആ മെമ്പേഴ്സിന്റെ അകത്ത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ടെമ്പറേച്ചർ എഫക്ട്സിന്റെ ലാക്ക് ഓഫ് ഫിറ്റിന്റെ കൺസെപ്റ്റ്. ഡിറ്റർമിനേറ്റിലാണെങ്കിൽ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ടെമ്പറേച്ചർ ചേഞ്ച് ആണെങ്കിലും ലാക്ക് ഓഫ് ഫിറ്റിന്റെ കേസ് ആണെങ്കിലും. ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രെസ്സസ് ആണെങ്കിൽ അവിടെ മെമ്പേഴ്സിന്റെ അകത്ത് എക്സ്റ്റേണൽ ലോഡ് വരുന്നതിന് മുമ്പ് തന്നെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്.